നസീഫ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എൻ എം നസീഫ്. നമസ്കാരം നസീഫ് ചേട്ടാ, ഗുഡ് മോർണിംഗ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അയ്യോ, ആ വല്ലാത്തൊരു രക്ഷപ്പെടിയിലായിരുന്നു കേട്ടോ. അതെ അതെ സാറേ, ഞാനേ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഇത് മുഖാമുഖം കണ്ടിട്ടില്ല. എന്താ സംഭവിച്ചത് നസീഫ്? സംഭവിച്ചത് ഞാൻ കണ്ടക്ടറും കൂടിയാണ് ബസ്സില്. ആ അപ്പോ എന്റെ കൂടെയുള്ള ഡ്രൈവർ മാത്രമായിരുന്നു. ആ അപ്പോ ആള് പകൽ സമയങ്ങളിൽ ഫുള്ള് ആളെന്നായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. ഉവ്വ. അപ്പൊ രാത്രിയിൽ കുറക്കം വരുന്നുള്ളതില് ഞാനാണ് ടോള് മുതൽ ഞാനാണ് ഓടിച്ചത്. ആകെ 20 മിനിറ്റ് ഞാൻ ഓടിച്ചിട്ടുള്ളൂ വണ്ടി. ഓ. അപ്പോ കഴിഞ്ഞിങ്ങനെ വരുമ്പോ പെട്ടെന്ന് ട്രക്ക് ഇങ്ങനെ കേറി വരുന്നത് കണ്ടു. ഓ. അപ്പോ ഈ ഡ്രൈവർ അവിടെ റോട്ടിൽ നിൽക്കുകയാണ്. ഈ കർണാടകയുടെ ഐരാവത് ബസ്സിലെ ഡ്രൈവർ റോട്ടിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഇയാളെ ഇടിച്ചിടുന്നത് എന്റെ ഫ്രണ്ടിലോട്ടാണ്. ഈ ട്രക്ക് വന്ന് ആ ഡ്രൈവറെ ഇടിച്ചായിരുന്നു അല്ലേ? ഇടിച്ചിട്ട് നമ്മളെ ഫ്രണ്ടിലോട്ട് ഇടുകയാണ് ഉണ്ടായത്. ഞാൻ മുഖാമുഖം കാണുകയാണ്. എന്റെ തൊട്ട് സൈഡിലുള്ളത് ഈ വീഡിയോ വരുന്നത് കർണാടകയിൽ നിന്നും നിലമ്പൂരോട്ട് വരുന്ന സാം ബസ്സിലെ വീഡിയോ ആണ് ഇത് കാണുന്നത്. സാം ട്രാവൽസ് ബസ്സിലെ. അപ്പോ ഞാൻ ഫ്രണ്ടിലോട്ട് കാണുന്നതോടുകൂടി ഞാൻ 2 ഗിയർ ചേഞ്ച് ചെയ്ത് നോക്കി, ഡൗൺ ചെയ്ത് നിർത്താൻ ശ്രമിച്ചു ഞാൻ ബസ്. അപ്പൊ നിൽക്കാത്ത സാഹചര്യത്തിൽ ഞാൻ വലത് ഭാഗത്തേക്ക് വെട്ടിച്ച് കയറ്റുകയുണ്ടായത്. ബസ്സിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് പൊട്ടി, പിന്നെ ബമ്പറിന്റെ അവിടെ അല്ലറ ചില്ലറ കേടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ വണ്ടി കർണാടകയിലെ സ്റ്റേഷനിലാണ് കിടക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റേ യാത്രക്കാർക്ക് പരിക്കൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, യാത്രക്കാർക്ക് പരിക്കുകളൊന്നുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. 1 മണിക്കൂറിന് ശേഷം മറ്റൊരു ബസ് അറേഞ്ച് ചെയ്ത് യാത്രക്കാരെ സേഫ് ആയിട്ട് നിലമ്പൂർ എത്തിച്ചു. നിലമ്പൂർ വരെയുള്ള ബസ്സായിരുന്നു, നിലമ്പൂർ ഡിപ്പോയുടെ വണ്ടിയായിരുന്നു. ഓക്കെ ഓക്കെ. എന്തായാലും അത് നസീഫ് അവസരോചിതമായിട്ടാണ്, അല്ലെങ്കിൽ പാവം ആ ഡ്രൈവറുടെ അവസ്ഥ അല്ലേ? ആ ഡ്രൈവർ ആള് ഡിസംബറിൽ എങ്ങാനും റിട്ടയർഡ് ആണുള്ള ഡ്രൈവറാണെന്നാ പറഞ്ഞത്. പ്രായമുള്ള മനുഷ്യനായിരുന്നു അല്ലേ? പ്രായമുള്ള മനുഷ്യനാണ്. നേരിട്ട് കണ്ടപ്പോ എന്ത് പറഞ്ഞു? തിരിച്ചറിയും? നേരിട്ട് കണ്ടില്ല സാർ, ആള് ഹോസ്പിറ്റലിലാണ്. ആള് കർണാടകയിലൊരു ഓഫീസർ വന്നിരുന്നു ഇന്നലെ രാവിലെ, സ്റ്റേഷനിൽ വന്നിരുന്നു. അപ്പൊ ആള് പറഞ്ഞു ഇയാള് ഇടപെടലുകൊണ്ടാണ് ഞാൻ എന്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. സന്തോഷമായി, നമ്മളൊരാളെ ജീവൻ രക്ഷിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നസീഫ്, വലിയൊരു കാര്യമാണ്. ഓക്കെ, അഭിനന്ദനങ്ങൾ നസീഫ്. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ നസീഫാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടല്ലോ അല്ലേ? നസീഫിന്റെ അവസരോചിതമായ ഇടപെടൽ കൊണ്ടാണ് ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചത്. ആലോചിച്ച് നോക്കൂ, എന്ത് ചെയ്യാൻ പറ്റും? രാത്രിയല്ലേ? ഒന്ന് യാത്രക്കാരന് വേറൊരു വണ്ടി ഇടിച്ച്, അല്ലെങ്കിൽ ഈ ഡ്രൈവറെ മറ്റൊരു ലോറി വന്ന് ഇടിച്ച് മുൻപിലോട്ട് ഇടുകയാണ്. അവസരോചിതമായ വലതുവശത്തേക്ക് തിരിച്ചു. തൽക്കാലം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു.